സെറ്റ് ആസ്പിരൻസ് ഏവർക്കും ടോസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റിൽ കണ്ടക്ട് ചെയ്യുന്ന സെറ്റ് എക്സാം, എസ്പെഷ്യലി സെറ്റ് കൊമേഴ്സ് എക്സാമിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോയുമായിട്ടാണ് ഇന്ന് ടോസ് അക്കാഡമി എത്തിയിട്ടുള്ളത്. നിങ്ങൾ ഏവരും തന്നെ സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ പഠനത്തിൻ്റെ കാര്യത്തിൽ പലരും പല രീതിയിലാണ്. ചിലരൊക്കെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു 2 months ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ജൂൺ ജൂലൈ. ഈ 2 മാസങ്ങളിലൂടെ എങ്ങനെ നമുക്ക് സെറ്റ് വിൻ ചെയ്യാം, അതുപോലെ തന്നെ സിലബസ് ഫുള്ള് കവർ ചെയ്ത് എങ്ങനെ നമുക്ക് സെറ്റ് എക്സാം വിജയിക്കാം എന്നുള്ളതാണ് ഇന്ന് ടോസ് അക്കാഡമിയുടെ പ്രധാനമായിട്ടുള്ള കോണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കേട്ടറ്റ് എക്സാമിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കേട്ടറ്റ് എക്സാം പ്രാധാന്യമാണ്, പ്രത്യേകിച്ചും സർവീസിലുള്ള ടീച്ചേഴ്സിന് പോലും കേട്ടറ്റ് എക്സാമിൻ്റെ അനിവാര്യതയുണ്ട് അല്ലേ. സോ അതുപോലെ തന്നെ സെറ്റ് എന്ന് പറയുന്നതും വരും കാലങ്ങളിൽ ഇതുപോലെയുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2016 സിലബസ് ആണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇപ്പോൾ സിലബസിൽ, അതായത് നമ്മുടെ സബ്ജക്റ്റിൽ ഉണ്ടായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും തന്നെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഭാവിയിൽ ഈ ഒരു സിലബസ് ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ എക്സാം പാറ്റേണിലൊക്കെ വ്യതിയാനം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ എത്ര വേഗം നമ്മൾ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നോ അത്ര വേഗം നമ്മളൊരു എക്സാം ക്ലിയർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതിലൊക്കെ ഉപരി വരാൻ പോകുന്ന നോൺ വൊക്കേഷണൽ ടീച്ചേഴ്സിൻ്റെ എക്സാം, അതായത് NVT ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസ്, പിന്നീട് ഇനി ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള HSST എക്സാംസിനൊക്കെ തന്നെ സെറ്റ് മാൻഡേറ്ററി ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സെറ്റ് എക്സാമിന് അതീവ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇനി ക്ലാസ്സുകളിലേക്ക് പോകാം. നമുക്ക് ലഭ്യമായിട്ടുള്ള മാസം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ആണ്. അപ്പോൾ ഈ മാസങ്ങളിലൂടെ ഏതൊരു എക്സാമിനും, അതായത് ഇപ്പോൾ സെറ്റ് എക്സാം ആകാം, അല്ലെങ്കിൽ നെറ്റ് എക്സാം ആകാം, കേട്ടറ്റ് ആകാം, മറ്റു PSC എക്സാംസ് ഒക്കെ ആകാം. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സിലബസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടും സിലബസിനെ കുറിച്ചിട്ടുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ആക്ച്വലി നമുക്ക് ചുരുങ്ങിയ കാലയളവിലായിക്കോട്ടെ, അല്ലെങ്കിൽ ലോങ് ടേം സ്റ്റഡിയിലൂടെ ആയിക്കോട്ടെ, നമുക്ക് ആ സിലബസിനെ എങ്ങനെ കവർ ചെയ്യാൻ സാധിക്കുന്നു, ആ സിലബസിലെ ടോപ്പിക്കിൽ നിന്നും ഏത് ആംഗിൾ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നു, അതാണ് നമ്മുടെ ഒരു വിജയത്തിലേക്കുള്ള ചവിട്ടുപടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും കൊമേഴ്സിൽ നിന്നും 6 യൂണിറ്റുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ 6 യൂണിറ്റിലും ഓരോ യൂണിറ്റിലും 5 മൊഡ്യൂൾസ് ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ പുതുതായിട്ട് സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ സിലബസിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ സെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങളുടെ സിലബസ് നോക്കുമ്പോൾ നിങ്ങളുടെ സ്കോർ കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള മൊഡ്യൂൾസ് ഏതൊക്കെയാണ്, അവയ്ക്ക് പ്രാധാന്യം കൊടുത്തു വേണം നമ്മൾ പഠിച്ചു പോകാൻ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാനിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു എൻറ്റയർ സിലബസ് പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് യൂണിറ്റ് 3 ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, യൂണിറ്റ് 5 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ്, ആൻഡ് യൂണിറ്റ് 6 കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ ഈ 3 യൂണിറ്റുകളെ സംബന്ധിച്ചിടത്തോളം തിയറിക്കും അതുപോലെ തന്നെ പ്രോബ്ലത്തിനും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പഠിച്ചു പോകാൻ. ഇപ്പോൾ നിങ്ങളിൽ പലർക്കും ഈ ഒരു തിയറി ഓക്കെ ആണ്, പക്ഷെ പ്രോബ്ലം സൈഡ് നോക്കുമ്പോൾ അത്രയും അങ്ങോട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അത് വലിയൊരു പോരായ്മയാണ്. കാരണം ഈ യൂണിറ്റ് 6 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൽ തിയറിയെക്കാളും കൂടുതൽ എപ്പോഴും പ്രോബ്ലം ആണ് ചോദിച്ചിട്ടുള്ളത്. ചില എക്സാമിനൊക്കെ തന്നെ മുൻ വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ തിയറി ഒന്നും തന്നെ ഇല്ല, അതിൽ നിന്നും പ്രോബ്ലംസ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ്, അതേപോലെ തന്നെ പ്രോഫിറ്റ് വോളിയം റേഷ്യോ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ തിയറിക്കും അതുപോലെ തന്നെ പ്രോബ്ലത്തിനും തുല്യ പ്രാധാന്യം കൊടുത്ത് പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ ജൂൺ മന്തിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 6 ആണ്. കാരണം ഈ യൂണിറ്റ് 3ഉം 6ഉം ഒരു പ്രോബ്ലം പേപ്പേഴ്സ് ആയതുകൊണ്ടും, പിന്നെ യൂണിറ്റ് 1 നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ്, കാരണം മാനേജ്മെന്റ് ആണ് കേട്ടോ. ആൻഡ് ജൂലൈ മാസത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും വരുന്നത് യൂണിറ്റ് 2, 5 ആൻഡ് യൂണിറ്റ് 4
ഈ 3 യൂണിറ്റുകളുമാണ് വരുന്നത്. അതായത് യൂണിറ്റ് 2, 4, 5 ഈ 3 യൂണിറ്റുകളുമാണ് ജൂലൈ മന്തിൽ പഠിക്കാനായിട്ട് മാറ്റി വെക്കേണ്ടത്. ആൻഡ് ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് റിവൈസ് ചെയ്യുക, ദെൻ എക്സാമിലേക്ക് നമ്മൾ പോവുക എന്നേ ഉള്ളൂ. അപ്പോൾ ഓഗസ്റ്റിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും പഠിക്കാനുള്ളൊരു സമയം ലഭിച്ചെന്ന് വരികയില്ല. ഓക്കെ, പിന്നെ നിങ്ങളുടെ ആ ഒരു ചോയ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ തിയറി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് പഠിച്ചു പോവുക. ജൂൺ മന്തിൽ പ്രധാനമായിട്ടും 3 യൂണിറ്റുകളാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. യൂണിറ്റ് 1 മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ്, യൂണിറ്റ് 3 ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ യൂണിറ്റ് 6 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ ഓരോ യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു സിലബസിന്റെ കണ്ടന്റ് അനുസരിച്ച് വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ, മാനേജ്മെന്റ് നിങ്ങൾക്ക് കുറച്ച് വായിച്ചിരുന്നാൽ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം എപ്പോഴും റിപ്പീറ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 എന്നൊക്കെ പറയുന്നത് ഫുള്ളായിട്ടും പ്രോബ്ലംസ് കവർ ചെയ്യുന്ന ഒരു പോർഷൻ ആണ് കേട്ടോ. അക്കൗണ്ടിങ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഓഫ് നോൺ ട്രേഡിംഗ് ഫേംസ് ഉണ്ട്. ഈ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്നൊക്കെ തന്നെ ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ട്, അതുപോലെ തന്നെ ബിൽസ് പേയബിൾ, ബിൽസ് റിസീവബിൾ തുടങ്ങിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ തയ്യാറാക്കി അതിന്റെ ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മൊഡ്യൂൾ 1ലും പ്രോബ്ലംസ് ഉൾപ്പെടുന്നുണ്ട്. കാരണം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ നിന്നുമൊക്കെ തന്നെ പ്രോബ്ലംസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ അത് കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ ഷെയർ ഇഷ്യൂ, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ്, ഗുഡ് വിൽ, ഷെയർ വാല്യൂഷൻ ഒക്കെയാണ്. അപ്പം നമുക്ക് ഈ സിലബസ് ഇങ്ങനെ ചുരുക്കി തന്നു എന്ന് കരുതിയിട്ട് അത്രത്തോളം ഈസി അല്ല. കാരണം ഇതിൽ ഷെയർ ഇഷ്യൂമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ഫോർ ഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു കാൽക്കുലേഷൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാം. അതേപോലെ തന്നെ ഡിബഞ്ചേഴ്സിന്റെ ഇഷ്യൂവും, ഇപ്പോൾ ഷെയർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പവർ വാല്യൂന് ഇഷ്യൂ ചെയ്യാം, അതുപോലെ തന്നെ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യാം, ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഓരോന്നിന്റെയും കാൽക്കുലേഷൻസ് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുഡ് വില്ലിന്റെയും അതുപോലെ തന്നെ ഷെയറിന്റെയും വാല്യുവേഷൻസും പ്രോബ്ലം ആയിട്ട് തന്നെ എക്സാമിന് വന്നിട്ടുണ്ട്. ദെൻ കമ്പനി അമാൽഗമൈസേഷൻ, അതേപോലെ തന്നെ അബ്സോർപ്ഷൻ ആൻഡ് റീകൺസ്ട്രക്ഷനിലും പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. പിന്നെ പ്രധാനമായിട്ടും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, എന്തായാലും നിങ്ങൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ തിയറീസ് ഉൾപ്പെടുന്ന ഒരു പോർഷനാണ്. പ്രത്യേകിച്ച് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തിയറീസും പഠിച്ചു പോകണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഇപ്പൊ നമുക്ക് നോക്കാം. 1ലെ ഓരോ മൊഡ്യൂളിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്ത് പോകേണ്ട പോർഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും മാനേജ്മെന്റിന്റെ തിയറിറ്റിക്കൽ ബേസിക് തിയറീസ് ആണ് പഠിച്ചു പോകേണ്ടത്. ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് തോട്ട്സ്, മാനേജറിയൽ റോൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഒഴിവാക്കാതെ പഠിച്ചു പോകേണ്ട ഒരു പോർഷൻ ആണ്. ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്ലാനിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ്. അതിലെ ടൈപ്പ് ഓഫ് പ്ലാൻസ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് ആൻഡ് സ്പാൻ ഓഫ് കൺട്രോൾ, ഇതിനെ കുറിച്ചിട്ടൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകണം. കാരണം അസഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇതിൽ ഒന്നും തന്നെ ഒഴിവാക്കാൻ പറ്റില്ല. ആൻഡ് മൊഡ്യൂൾ 2ൽ നിന്ന് തന്നെ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡെലഗേഷൻ, ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളുണ്ട്. ഇതെല്ലാം തന്നെ പഠിച്ചു പോകണം. സിലബസിലെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല എങ്കിൽ പോലും നമ്മൾ ഈ പോർഷൻസ് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ആൻഡ് മാനേജറൽ ഗ്രിഡ് കൺട്രോളിങ്, പിന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് മോട്ടിവേഷൻ തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാം കവർ ചെയ്ത് വേണം നിങ്ങൾ പോകാനുള്ളത്. ദെൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്റ്റേജസ്
സ്റ്റേജസ് ഓഫ് OB, ഹാത്രൂൺ സ്റ്റഡീസ്, ഓഡിറ്റ് ടെക്നിക്സ്, ഗ്രൂപ്പ് ഡൈനാമിക്, കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ്, ചേഞ്ച് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കുറച്ചധികം ടോപ്പിക്സുകളും പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വേരിയസ് ലെവലുകൾ, അതേപോലെ തന്നെ പ്രോസസ്സ് ആൻഡ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്, ദെൻ മോഡൽസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് BCG മെട്രിക്സ്. ഓക്കെ, അപ്പോൾ BCG മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പോർഷനാണ്. അതുപോലെ തന്നെ 7S മോഡലും സ്ട്രാറ്റജിക് കൺട്രോളുമാണ് മൊഡ്യൂൾ 4 and 5 നിന്ന് നിങ്ങൾ ഒഴിവാക്കാൻ പറ്റാതെ അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് യൂണിറ്റ് 3 ആണ് ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏത് എക്സാമിനാണെന്നുണ്ടെങ്കിലും നമ്മൾ പഠിക്കുന്ന ആ ഒരു സിലബസിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറിയ പങ്കും ചോദിക്കാറുള്ളത്. അതും നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ അസഷൻ റീസൺ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിച്ചിട്ട് നമ്മൾ കൺഫ്യൂസിങ് ആക്കാറുള്ളത്. ഓക്കെ, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, കൺവെൻഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സുമാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ടോപ്പിക്സുകൾ എന്ന് പറയുന്നത്. ആൻഡ് ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സും അതേപോലെ നോൺ ട്രേഡിംഗ് ഫേംസിൽ നിന്നും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ദെൻ കമ്പനി അക്കൗണ്ട്സ്, അതിൽ ഇഷ്യൂ ഓഫ് ഷെയറും അതേപോലെ തന്നെ ഡിബഞ്ചേഴ്സും പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷൻ ആണ്. ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നതും വളരെ പ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ കമ്പനി അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇത് മൂന്നും ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. മോർ ദാൻ 2 ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ മോർ ദാൻ 3 ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പ്രീവിയസ് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്കോർ ആണെങ്കിൽ, ഒരു മാർക്ക് ആണെങ്കിൽ പോലും നമുക്കത് വെറുതെ കളയാൻ പറ്റുകയില്ല. സോ അതുകൊണ്ട് എല്ലാ പോയിന്റ്സും മാക്സിമം കവർ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ജൂൺ മന്തിൽ പ്രധാനമായിട്ടും ജൂൺ മന്തിൽ നിങ്ങളൊരു 10 days എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 days കൊണ്ട് മാനേജ്മെന്റ് കവർ ചെയ്യണം. അതുപോലെ തന്നെ ഒരു 10 days കൊണ്ട് ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് കവർ ചെയ്യണം. അതുപോലെ തന്നെ ഒരു 10 days കൊണ്ട് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും കവർ ചെയ്യണം. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് യൂണിറ്റ് 6 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 10 days കൊണ്ട് ഇത് ഈസി ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതിന് 3 പാർട്ടായിട്ട് മാറ്റുക. 3 പാർട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് തൊട്ട്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് തൊട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് കോൺസെപ്റ്റ് വരെ ഒരു പാർട്ടായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊരു 2-3 ദിവസമൊക്കെ എടുത്താൽ പഠിക്കാൻ സാധിക്കും. ഇവിടെ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പ്രത്യേകിച്ചും മെറ്റീരിയൽ കോസ്റ്റിന്റെ കേസിൽ. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റിന്റെ കേസിൽ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അപ്പം EOQ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. സോ EOQ എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിലൊക്കെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതും നമുക്ക് ഇനി എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതുമായിട്ടുള്ള ഒന്നാണ് എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെയാണ് എലമെന്റ്സ് ഓഫ് കോസ്റ്റിൽ നിന്നും പിന്നെ വരാൻ സാധ്യതയുള്ളത് മെറ്റീരിയൽ ലേബർ ഓവർഹെഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേരിയൻസിന്റെ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യതയുള്ള ഒന്നാണ് എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നീട് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആൻഡ് യൂണിറ്റ് കോസ്റ്റിംഗ്, അതുപോലെ തന്നെ പ്രോസസ് കോസ്റ്റിംഗ്, ജോയിന്റ് പ്രൊഡക്റ്റ് കോസ്റ്റിംഗ് ഒക്കെ തന്നെ തിയറീസ് നമുക്ക് മുൻവർഷങ്ങളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സും മെത്തേഡ്സും പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. വാല്യൂ അനാലിസിസ്, വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് വരെയുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. ഇത്രയും നമ്മളൊരു പാർട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത്രയും എന്ന് പറയുന്നത് നമുക്കൊരു 2 അല്ലെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഒരു
മാക്സിമം നമുക്കൊരു 2 days ഒക്കെ കൊണ്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് കവർ ചെയ്ത് പോകാൻ സാധിക്കും. ഒരു 2 daysലൊക്കെ എന്തായാലും നമുക്ക് ഈ പോർഷൻസ് കവർ ചെയ്ത് പോകാൻ സാധിക്കും. പിന്നെ വന്നിട്ടുള്ള ഒന്നാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആൻഡ് റേഷ്യോ അനാലിസിസ് ആൻഡ് ഫണ്ട് ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. അപ്പം ഇത് ഇത്രയും എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും വരാൻ സാധ്യതയുള്ള പ്രോബ്ലം അതുപോലെ തന്നെ തിയറീസ് ഉൾപ്പെടുന്നതാണ്. റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എല്ലാ ടൈപ്പ് റേഷ്യോയും പഠിച്ചു വെക്കുക. സോൾവൻസി റേഷ്യോ, അതുപോലെ തന്നെ ലിക്വിഡിറ്റി റേഷ്യോ, എല്ലാം പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫണ്ട് ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസിൽ നിന്നും ചോദിക്കാറുള്ളത് ചില ഐറ്റംസ് തന്നിട്ട് ഇത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലാണോ അത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലാണോ ഉൾപ്പെടുന്നതെന്നുള്ളതാണ് ചോദിക്കാറുള്ളത്. സോ ഇതൊരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് പാർട്ട് എന്ന് പറയുന്നതാണ് മാർജിനൽ കോസ്റ്റിംഗ്, ബ്രേക്ക് ഈവൻ അനാലിസിസ് ആൻഡ് മാനേജറൽ ഡിസിഷൻ ബേസ്ഡ് ഓൺ ഇറ്റ്. അപ്പോൾ ഈ 2 ടോപ്പിക് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉൾപ്പെടും. ഓക്കെ, മാർജിനൽ കോസ്റ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ദെൻ കോൺട്രിബ്യൂഷൻ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ, അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ അനാലിസിസിനകത്ത് തന്നെ ബ്രേക്ക് ഈവൻ സെയിൽസ്, അതേപോലെ തന്നെ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ്, ഇങ്ങനെയൊക്കെ നിറയെ ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ചും പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും മുൻവർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരും. ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമ്മൾ PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം, കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അധികവും ചോദിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോബ്ലം ഏരിയ ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു 3 days കൂടുതൽ ഈ ഒരു പോർഷൻസ് കവർ ചെയ്യാൻ എടുക്കണം. അപ്പോൾ ആദ്യത്തേന്ന് പറയുന്നത് നമുക്കൊരു 2 അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ സാധിക്കും. ദെൻ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു 2 ദിവസം കൊണ്ട് മാക്സിമം കവർ ചെയ്യാൻ സാധിക്കും. ദെൻ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബ്രേക്ക് ഈവൻ അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് കുറേ അധികം ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഘടകമാണ് ടൈം എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് ഒരു പ്രോബ്ലം തന്നെ ചെയ്ത് സമയം കളയാനില്ല. അപ്പോൾ എത്രത്തോളം നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കുന്നോ അത്രത്തോളം നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്പീഡ് വരും. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങളൊരു 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം എന്തായാലും മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബ്രേക്ക് ഈവൻ അനാലിസിസ് തുടങ്ങിയിട്ടുള്ള പോർഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം കേട്ടോ. നമുക്ക് ചില ഫോക്കസ് പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അക്കൗണ്ടിങ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആൻഡ് നോൺ ട്രേഡിംഗ് ഫേംസ് എന്ന് പറയുന്നത് യൂണിറ്റ് 3 ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. കാരണം പ്രോബ്ലം പോർഷൻ ആയതുകൊണ്ട് തന്നെ. ദെൻ കമ്പനി അക്കൗണ്ട്സ്, പിന്നെ മാനേജ്മെന്റിൽ നിന്നും കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിട്ടുള്ളത്. ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തന്നെ തരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു പോകണം. അതായത് ഹാത്രോൺ എക്സ്പെരിമെന്റ്, അതുപോലെ തന്നെ സ്കേലാർ ചെയിൻസ് ആൻഡ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആൻഡ് ഫിലോസഫി ഓഫ് മാനേജ്മെന്റ്, ഇതെല്ലാം തന്നെ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഫോക്കസ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് 6 റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ അനാലിസിസ് ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ്. ദെൻ ജൂലൈ മന്ത് എന്ന് പറയുന്നത് യൂണിറ്റ് 4, അതുപോലെ തന്നെ യൂണിറ്റ് 5 ആൻഡ് യൂണിറ്റ് 2, ഈ 3 യൂണിറ്റുകളാണ് കവർ ചെയ്യേണ്ടത്. സോ ഇതിൽ യൂണിറ്റ് 2 എന്ന് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ് പോളിസി ആൻഡ് MIS ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. തിയറി മാത്രം ഉൾപ്പെടുന്ന ഒരു പോർഷൻ ആണ്. ബട്ട് അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നേ ഉള്ളൂ. ആൻഡ് യൂണിറ്റ് 4ഉം അതേപോലെ തന്നെ യൂണിറ്റ് 5ഉം പ്രോബ്ലം അതുപോലെ തന്നെ തിയറീസ് ചോദിക്കാൻ സാധ്യതയുള്ള പോർഷൻ ആണ്. കാരണം റിസർച്ച് മെത്തേഡ്സും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സും ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് പോർഷൻസുമാണ് ഉൾപ്പെടുന്നത്. സോ ജൂലൈ മാസത്തിലും നമ്മളൊരു 10 ദിവസം ഓരോ യൂണിറ്റ് പഠിക്കാനായിട്ട് മാറ്റിവെച്ചാൽ നമുക്ക് ഇത് ഇത്രയും തന്നെ കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ യൂണിറ്റ് 2 ബിസിനസ് എൻവയോൺമെന്റ് പോളിസി ആൻഡ് MIS. ഓക്കെ, ഇവിടെ മൊഡ്യൂൾ വൈസ് ടോപ്പിക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ബിസിനസ് എൻവയോൺമെന്റിന്റെ കമ്പോണൻസുകൾ, കൾച്ചറൽ ഓറിയന്റേഷൻ, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സുകൾ, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ റിസ്ക്, എക്കണോമിക് സിസ്റ്റം ആൻഡ് പോളിസീസ്, ഇതെല്ലാം തന്നെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഇൻകം അഗ്രിഗേറ്റ്സിനകത്ത് ഉൾപ്പെടുന്ന പോയിന്റ്സുകളും മാക്സിമം പഠിച്ചു വെക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് RBI ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സുകളും
അതുപോലെ തന്നെ ബാങ്കിങ് ടേംസുകളും ഒക്കെ തന്നെ എല്ലാ വർഷവും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ദെൻ പിന്നെ ഒന്നാണ് അൺഎംപ്ലോയ്മെന്റ് ടൈപ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് ബഡ്ജറ്റും GST, ഇൻകം ടാക്സ്, കമ്പനീസ് ആക്ട് ആൻഡ് ബിസിനസ് ലോ, ഇത് ഇത്രയും പോർഷൻസ് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ 5 year പ്ലാൻസ്, നിതി ആയോഗ് ആൻഡ് എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകൾ, ഡംപിങ്, കൗണ്ടർ ട്രേഡ്, ട്രേഡ് ബാരിയേഴ്സ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്, ഇന്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ അറിഞ്ഞിരിക്കണം. അതായത് IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, വേൾഡ് ബാങ്ക്, ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് റീജിയണൽ ഇക്കണോമിക് ഇൻറ്റഗ്രേഷൻസ് ലൈക്ക് ASEAN, അതേപോലെ തന്നെ സാർക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനെയും കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഇപ്പോൾ ലാസ്റ്റ് നടന്ന എക്സാമിന് ബിസിനസ് എൻവയോൺമെന്റ് പോളിസി ആൻഡ് MIS ചോദിച്ചിട്ടുള്ള 2 ടേംസുകളാണ് ഡിസ്ക്രീസ്ഡ് അൺഎംപ്ലോയ്മെന്റും അതുപോലെ തന്നെ സംഖ്യ എന്ന് പറയുന്നതും. സോ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ പോയിന്റ്സുകളും കൂടി ചെറിയൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കി തന്നെ പഠിച്ചു പോകണം കേട്ടോ. ആൻഡ് യൂണിറ്റ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് കൂടിയാണ്. പ്രത്യേകിച്ചും റിസർച്ചിൻ്റെ ടൈപ്സ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ റിസർച്ച് പ്രോസസ്, പ്രോബ്ലം, സാമ്പിളിംഗ് ആൻഡ് ഫണ്ടമെന്റൽസ് എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. റിസർച്ച് ഡിസൈൻ, അതുപോലെ തന്നെ മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ്, ഡേറ്റ കളക്ഷൻസ്, ഇത് നമുക്ക് ഡേറ്റ കളക്ഷൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് റിസർച്ച് റിപ്പോർട്ടിങ്, പിന്നെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേഴ്സൺ, കോറിലേഷൻ, സ്ക്യൂനെസ്, കർട്ടോസിസ്, ഇതെല്ലാം തന്നെ സ്റ്റാറ്റിസ്റ്റിക് ടേംസുകളാണ്. ഇതിനെക്കുറിച്ചിട്ടും നല്ലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ബൈനോമിയൽ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസ്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, പാരാമീറ്റർ, ഹൈപ്പോത്തിസിസ് എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോർഷൻസ് ആണ്. അതുപോലെ തന്നെ പാരാമെട്രിക്, നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പ്രോബബിലിറ്റി തിയറി ആൻഡ് റിസിഡ്യൂവൽ പാർട്സ് എന്ന് പറയുന്നത്. പിന്നെ ഓപ്പറേഷൻ റിസർച്ചിൻ്റെയും അതുപോലെ തന്നെ LPPയുടെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ നെറ്റ്വർക്ക് അനാലിസിസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ഈ പോർഷൻസും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ പ്രോബ്ലംസും വരാറുണ്ട്, അതുപോലെ തന്നെ തിയറീസും ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ യൂണിറ്റ് 5 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്. ഓക്കെ, സോ ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങും പഠിച്ചു പോകണം. കാരണം മാർക്കറ്റിങ്ങിൽ നിന്നും 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് എപ്പോഴും വരാറുണ്ട്. ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുള്ളതാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യമേ ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് കോൺസെപ്റ്റുകൾ, ട്രഡീഷണൽ മോഡേൺ ഗോൾഡ്, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ, ഇവ 3ഉം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒന്നാണ് ക്യാഷ് ഫ്ലോ എസ്റ്റിമേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതായത് പലതരത്തിലുള്ള പ്രോജക്റ്റ് ഇവാലുവേഷൻ ടെക്നിക്സുകൾ, ഇപ്പോൾ പേ ബാക്ക് പീരീഡ്, അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ തുടങ്ങിയിട്ടുള്ള മെത്തേഡ്സിൻ്റെ പ്രോബ്ലംസ് ഉൾപ്പെടെ തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ടൈം വാല്യൂ ഓഫ് മണി, ഇപ്പോൾ പ്രോജക്റ്റ് ഇവാലുവേഷൻ ടെക്നിക്സിനകത്ത് റിസ്ക് അസോസിയേറ്റ് ചെയ്ത് വരുന്നിട്ടുള്ള ഏരിയയും, അതുപോലെ തന്നെ ഫിനാൻസിങ് ഡിസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, ഇതെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവിഡൻഡ് കാൽക്കുലേഷൻസും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ലിവറേജ്, ഇപ്പോൾ ക്വസ്റ്റ്യൻസിലൊക്കെ തന്നെ ലിവറേജ്, ഏർണിംഗ് പെർ ഷെയർ എന്നൊക്കെ പറയുന്നത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ഫിനാൻഷ്യൽ ലിവറേജിന്റെ കാൽക്കുലേഷൻസ് ചോദിക്കാറുണ്ട്. നെറ്റ് ഇൻകം അപ്രോച്ച്, അതുപോലെ തന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിനെ കുറിച്ചിട്ടും ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും, പിന്നെ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവിഡൻഡ് തിയറീസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒന്നാണ് ഡിവിഡൻഡ് തിയറീസിനകത്ത് ഒന്നാണ് ഗോർഡന്റെ ബേർഡൻ ഹാൻഡ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം തന്നെ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ആണ്. അപ്പോൾ ഇതൊന്നും പഠിക്കാതെ നിങ്ങൾ എന്തായാലും ആ ഒരു എക്സാം ഹോളിലേക്ക് കയറരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ വന്നിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ടേമുകളെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് മിക്സ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് പ്ലാനിങ്, പിന്നെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പുതിയ പുതിയ ടേംസുകൾ, അതേപോലെ തന്നെ നിലവിലുണ്ടായിരുന്ന മാർക്കറ്റിംഗ് മയോപ്പിയ, അതേപോലെ തന്നെ ഗോറില്ല മാർക്കറ്റിംഗ്, അങ്ങനെയുള്ള ചില ടേമുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയുമാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗിന്റെ പോർഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഫൈനലി ഈ ഒരു 2 month സ്റ്റഡി പ്ലാനിൽ ജൂൺ ജൂലൈ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്റ്റഡിക്കായിട്ട് ഉപയോഗിക്കുക. ആൻഡ് ഡെയിലി നമ്മളൊരു 3 hours എങ്കിലും മിനിമം ഈ പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ആ സിലബസിലെ കണ്ടന്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് എക്സാം അടുക്കുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ പഠിക്കുന്നതിൻ്റെ ഡ്യൂറേഷൻസ് കൂട്ടുക. അപ്പോൾ ത്രൂ ഔട്ട് പഠിക്കണം എന്നല്ല, രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് നമ്മുടെ ആ ഒരു സമയത്തിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് വേണം പഠിച്ചു പോകാൻ. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഫ്രീ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ നിങ്ങളത് കണ്ടെത്തി തന്നെ പഠിച്ചു പോകണം. കാരണം കേട്ടിട്ട് പോലെ തന്നെ സെറ്റും മാൻഡേറ്ററി ആക്കുന്ന ഒരു കാലം അധികം വിദൂരമല്ല. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള നിയമനങ്ങളിൽ പോലും കേട്ടറ്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്ററ്റ് നിർബന്ധമായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു ജോലിയിൽ നമുക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘടകം, അല്ലെങ്കിൽ നമ്മുടെ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് സെറ്റ് എന്ന് പറയുന്നത്. ഉപേക്ഷ വിചാരിക്കാതെ എല്ലാവരും പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു 2 മാസം എന്ന് പറയുന്നത് ഫുള്ളായിട്ട് നമ്മൾ ഈ സിലബസ് പഠിക്കുക. ആൻഡ് ഓഗസ്റ്റിൽ എന്ന് പറയുമ്പോൾ റിവിഷന്, ഇപ്പോൾ ഈ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ PYQs വർക്കൗട്ട് ചെയ്യണം. ഓരോ ദിവസവും എത്ര പോർഷൻസ് എന്നുള്ളത് നിങ്ങളൊരു സെപ്പറേറ്റ് ടൈം ടേബിൾ തയ്യാറാക്കി തന്നെ പഠിച്ചു പോകണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി നിങ്ങൾ ഈ പഠിക്കുന്ന പോർഷൻസ് നിങ്ങൾക്ക് അത്രത്തോളം ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെൽഫ് സ്റ്റഡി സഫിഷ്യൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ടോസ് അക്കാഡമിയിലേക്ക് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.